ഹായ് ഫ്രണ്ട്സ്, കാട്ടക് മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് കാർ എങ്ങനെ പോളിഷ് ചെയ്തെടുക്കാമെന്നാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടരികിൽ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം ഞാൻ വണ്ടി വാഷ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ വാഷ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് 3M കാർ ഷാമ്പു ആണ്. അപ്പോൾ വണ്ടി നല്ല രീതിയിൽ വാഷ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വണ്ടർ അവസ്ഥ എന്ന് പറഞ്ഞാൽ നല്ല വാട്ടർ മാർക്കും അതേപോലെ തന്നെ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ വണ്ടർ ബോണറ്റുമ്പോൾ നന്നായിട്ടുണ്ട്. അപ്പം വീഡിയോ നിങ്ങൾക്ക് നോക്കിയാൽ കാണും, അത്യാവശ്യം നല്ല സ്ക്രാച്ചും കാര്യങ്ങളും. അപ്പോൾ ഇത് ലെഫ്റ്റ് സൈഡാണ്. ഈ ലെഫ്റ്റ് സൈഡിൽ നല്ല രീതിയിൽ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ പോളിഷിങ്ങിലേക്ക് പോകാം. അതിന് ഞാൻ യൂസ് ചെയ്യുന്നത് 3M ലിക്വിഡ് വാക്സ് ആണ്. ഇത് കാർ ആക്സസറി ഷോപ്പിലും അതേപോലെ തന്നെ കാർ പെയിൻറ്റ് ഷോപ്പിലും അവൈലബിൾ ആണ്. പിന്നെ ഇത് അപ്ലൈ ചെയ്യാനൊരു സ്പോഞ്ചും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഹെവി ഡ്രോപ്സ് ആയിട്ട് എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ കുറച്ച് ഹെവി ആയിട്ട് വാക്സ് വണ്ടർ ബോണ്ടിൽ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ സ്പോഞ്ച് യൂസ് ചെയ്ത് സർക്കുലർ പാറ്റേണിൽ ഞാൻ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വീഡിയോയിൽ ചെയ്യുന്നത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഞാൻ സർക്കുലർ പാറ്റേണിലാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്. ഞാൻ വീഡിയോയിൽ ചെയ്യുന്ന പോലെ അപ്ലൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. സ്ക്രാച്ചും വാട്ടർ മാർക്സും ഉള്ള പോർഷനിൽ നമുക്ക് കുറച്ച് ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് റബ്ബ് ചെയ്തെടുക്കുകയാണെങ്കിൽ സ്ക്രാച്ചും വാട്ടർ മാർക്കും എളുപ്പം റിമൂവ് ആവുന്നതായിരിക്കും. അപ്പോൾ വീഡിയോയിൽ ചെയ്യുന്ന പോലെ ഒന്ന് ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടാണ് നമുക്ക് റബ്ബ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് കോട്ട് വാക്സ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് ഡ്രൈ ആവാൻ വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഡ്രൈ ആയി കഴിഞ്ഞാൽ ഒരു കോട്ടൺ ക്ലോത്ത് വെച്ച് ഇത് വൈപ്പ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ വൈപ്പ് ചെയ്തെടുക്കുക. ഫസ്റ്റ് കോട്ട് വാക്സ് അപ്ലൈ ചെയ്തപ്പോൾ തന്നെ നമ്മളെ പെയിൻറ്റിൻ്റെ ഷൈൻനെസ് ഒന്നും കൂടി നമുക്ക് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ഡീപ്പായിട്ടുള്ള വാട്ടർ മാർക്സും സ്ക്രാച്ചും മാത്രമാണ് ഇപ്പോൾ നമുക്ക് പെയിൻറ്റിൽ വിസിബിളായിട്ടുള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ ഷൈനിങ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആദ്യം കണ്ട വീഡിയോയിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും അതിലുള്ള പെയിൻറ്റിൻ്റെ ഷൈനിങ്ങിൻ്റെ മാറ്റം നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ ഫസ്റ്റ് കോട്ട് ഒരു കോട്ടാണ് ഞാൻ ഇപ്പോൾ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. സെക്കൻഡ് കോട്ട് വാക്സാണ് ഇപ്പോൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സെയിം പ്രൊസീജിയർ തന്നെ നമ്മൾ ആദ്യം ചെയ്ത അതേപോലെ തന്നെ നമ്മൾ ഒന്നുകൂടി വാക്സ് എടുക്കുന്നു. പിന്നെ സർക്കുലർ പാറ്റേണിൽ ഞാൻ ഇത് റബ്ബ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നല്ല രീതിയിൽ റബ്ബ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ എത്ര ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നോ അത്രയും നല്ല രീതിയിൽ നമുക്ക് ഷൈനിങ് ഗ്ലോസി ആയിട്ട് പെയിൻറ്റ് അത്രയും ഗ്ലോസി ആയിട്ട് വരും. അപ്പോൾ ഇതിൽ ക്ലിയർ കോട്ടിൽ വരുന്ന സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ നമുക്കിതിൽ നല്ല രീതിയിൽ റിമൂവ് ചെയ്യാം. പെയിൻറ്റ് കട്ടായതൊക്കെ ആണെങ്കിൽ ഇതിൽ നമുക്ക് റിമൂവ് ആവില്ല. പെയിൻറ്റ് കട്ടായി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് റീപെയിൻറ്റ് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിലിപ്പോൾ ഉണ്ടായിരുന്നത് വാട്ടർ മാർക്കും പിന്നെ ക്ലിയർ കോട്ടിൽ വന്ന സ്ക്രാച്ചാണ്. അത് നമ്മൾ ഈ ഫസ്റ്റ് ഈ 3M വാക്സ് യൂസ് ചെയ്ത് ജസ്റ്റ് റബ്ബ് ചെയ്തപ്പോൾ തന്നെ അത് ക്ലിയർ ആകുമ്പോൾ ക്ലിയർ കോട്ടിൽ വന്ന എല്ലാ സ്ക്രാച്ചും ഇങ്ങനെ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം.
നമ്മൾ സെക്കൻഡ് കോട്ട് വാക്സും അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു കോട്ടൺ ക്ലോത്ത് വെച്ചിട്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ വൈപ്പ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് പെയിൻറ്റ് നോക്കിയാൽ മനസ്സിലാവും നല്ല രീതിയിൽ ഷൈനിങ് വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന വാട്ടർ മാർക്കും കാര്യങ്ങളും എല്ലാം പോയി. നല്ല രീതിയിൽ നമ്മളെ റിഫ്ലക്ഷൻ നല്ല രീതിയിൽ മിറർ ഫിനിഷിലേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ലെഫ്റ്റ് സൈഡിലത്തെ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ റിമൂവ് ആയിട്ടുണ്ട്. ഇപ്പോൾ വീഡിയോയിൽ കാണാം നമ്മൾ ആദ്യം ഉണ്ടായിരുന്ന ലെഫ്റ്റ് സൈഡിലെ സ്ക്രാച്ചും കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇല്ല, ഒക്കെ ക്ലിയർ ആയി പോയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടരികിൽ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിലും നല്ല വീഡിയോ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.